പക്ഷെ പി മോഹനൻ പറയുകയുണ്ടായല്ലോ ശ്രീ അൻവർ, ഈ റിയാസ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകളെ കല്യാണം കഴിച്ച് ഓടിളക്കി വന്ന ഒരാളല്ല, കോഴിക്കോട് തെരുവീഥികളിൽ ഒരുപാട് മർദ്ദനമേറ്റ് വളർന്ന ഒരു പൊതുപ്രവർത്തകനാണ് എന്ന്. മാത്രമല്ല, ഈ മന്ത്രിയാകുന്നതിനും സെക്രട്ടേറിയറ്റ് അംഗമാകുന്നതിനും മുൻപ് അഖിലേന്ത്യാ പ്രസിഡന്റ് പദവി വരെ റിയാസ് വഹിച്ചത് ഈ മരുമകൻ ലേബലിലായിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ രാഷ്ട്രീയ ജീവിതത്തെ മുഴുവൻ റദ്ദാക്കുന്ന ഒരു പ്രതികരണം താങ്കൾ എന്തുകൊണ്ട് നടത്തി? ഞാൻ നടത്തിയിട്ടില്ലല്ലോ, വേണത് തിരുത്തണം. ഞാൻ അങ്ങനെയല്ല നടത്തിയത്. മന്ത്രിയാകാൻ അദ്ദേഹത്തിന് യോഗ്യതയുണ്ട്, ഒരു തർക്കമില്ല. അദ്ദേഹം പാർട്ടിയിലെ വിപ്ലവ പോരാട്ടം നടത്തി വന്നത് എന്ന് തന്നെ പറഞ്ഞത്. ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ നേതാവാണ്, ഒരുപാട് സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു വട്ടത്തിൽ മന്ത്രിയാകുകയും ഒരുപാട് സീനിയർ ലീഡേഴ്സ് സെക്രട്ടേറിയറ്റിലേക്ക് വരാൻ വേണ്ടി നിൽക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ മന്ത്രിപ്പണിയും ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് പണിയും കൂടി അദ്ദേഹത്തിനെ ഏൽപ്പിക്കേണ്ടത് ഇരുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതിപ്പോഴും ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. എൻ്റെ ഈ ഫീലിംഗ് ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു പക്ഷേ നിങ്ങൾക്ക് അസൂയ ഉണ്ടാകും, ശത്രുക്കൾ ഉണ്ടാകാനും മാത്രമേ ഈ ഒരു തീരുമാനം സ്വാധീനിക്കുള്ളൂ. ഏതെങ്കിലും ഒന്ന് മതിയായിരുന്നു റിയാസെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ആത്മാർത്ഥമായി പറഞ്ഞതാണ്. അതൊക്കെ തന്നെയാണ് ഇതിന്റെ വിഷയങ്ങൾ. ശ്രീ പി വി അൻവർ ഇവിടെ താങ്കൾ ഇന്നലെ പറയുകയാണ്, താങ്കൾ ഇന്നലെ പറയുകയാണ്, ഈ തൃശ്ശൂർ പൂരം അട്ടിമറിക്കുന്നത് അവിടെ ബി ജെ പിക്ക് ഒരു സീറ്റ് കേരളത്തിൽ നിന്ന് വാങ്ങിക്കൊടുക്കാൻ നിർബന്ധിതാവസ്ഥയിലുള്ള ആരെങ്കിലും എ ഡി ജി പിക്ക് നിർദ്ദേശം നൽകി ചെയ്തതാകാം. അതാരാണെന്ന് എനിക്കറിയില്ല എന്ന് താങ്കൾ പറയുമ്പോൾ പോലും താങ്കൾ ആരെയാണ് സംശയത്തിന് നിഴലിൽ നിർത്തുന്നതെന്ന് അറിയാം. ഇത് കുറച്ച് കടന്ന ആക്രമണമായി പോയി ഇന്നലത്തെ എന്ന് ഒരു രാത്രി ആലോചിക്കുമ്പോൾ ഒരു ആത്മവിചിന്തനം തോന്നിയോ പി വി അൻവർ? ഒരിക്കലും തോന്നിയിട്ടില്ല. ഇപ്പോൾ ബഹുമാനപ്പെട്ട CM ഇപ്പോൾ ഈ 2 മിനിറ്റ് നടത്തിയ പ്രസ്താവനയിൽ എന്താണ് ആഷ്മി വായിച്ചെടുത്തത്? ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു. എന്താണ് സംശയം? അൻവർ ഈ കള്ളക്കടത്ത് സംഘത്തിന്റെ പിന്നിലുണ്ടോ? ഇപ്പോൾ ആ സംശയം അപ്പോൾ ശരിയാണ് എന്നുള്ള ധാരണയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഇത് തന്നെയാണ് വിഷയം. ഒരു വിഷയം സത്യസന്ധമായി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പാർട്ടി അനുഭാവി സഖാവ് വേണ്ട, അല്ലെങ്കിൽ വലിഞ്ഞു കയറി വന്ന ഒരു കോൺഗ്രസ്സുകാരൻ എന്തോ ആവട്ടെ, ആ വിഷയത്തിലേക്കല്ലല്ലോ പോകുന്നത് എങ്ങോട്ടാ? വീണ്ടും എന്നെ കുറ്റവാളിയാക്കാനാ? ശ്രീ അൻവർ, ഈ റിയാസുമായി ബന്ധപ്പെട്ട് താങ്കൾ പറയുകയുണ്ടായല്ലോ ഒരു കാര്യം കൂടി. അല്ലല്ല, ഒരു സെക്കൻഡ് ശ്രീ അൻവർ, ഇവിടെ ഈ നിങ്ങൾ ഈ RSS വൽക്കരണം പോലീസിൽ നടക്കുന്നു എന്ന് പറയുന്നു, BJPക്ക് ഒരു സീറ്റ് താലത്തിൽ വെച്ചു കൊടുത്തു പിണറായി എന്ന് പറയുന്നു, BJP നേതൃത്വവുമായി പിണറായിക്ക് ബന്ധമുണ്ട് എന്ന് പറയുന്നു. പക്ഷെ മറുവശത്ത് റിയാസ് ഒരു ന്യൂനപക്ഷ മുഖമാണ്. റിയാസ് എന്ന് പറയുന്ന ഒരു ന്യൂനപക്ഷ മുഖത്തെ ഈ പാർട്ടി ഉയർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? എല്ലാം ഒരു മരുമകൻ ഈ അക്കൗണ്ടിലേക്ക് പെടുത്താതെ അങ്ങനെ ഒരു നീക്കം നടക്കുന്നുണ്ട്, അത് അപൂർവമാണ്. ഇതിനു മുൻപ് ഏത് ശക്തമായൊരു ന്യൂനപക്ഷ മുഖമാണ് പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ളത് ഈ പദവികളെല്ലാം അലങ്കരിച്ചുകൊണ്ട് ഇത്ര ശക്തമായി? ന്യൂനപക്ഷ മുഖം, ഈ ന്യൂനപക്ഷം ഭൂരിപക്ഷമല്ല. ഇവിടെ എല്ലാവർക്കും ജീവിക്കണം. ഒരു വിഭാഗത്തിനെ ചാപ്പ കുത്തിക്കൊണ്ട് അവരുടെ പൊതുവായ സാമൂഹിക വിഷയങ്ങളിലൊക്കെ അവർ ഇടപെടുമ്പം അവരുടെ ആ ഇടപെടൽ ശേഷിയെ പോലും തകർക്കുന്ന രീതിയിൽ ചാപ്പകുത്തൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു ഭാഗത്ത് നടക്കുകയാണ്. ഈ നാട്ടിലെ പൊതുസമൂഹത്തിൽ എല്ലാവർക്കും നീതി നിഷേധിക്കപ്പെടുന്നുണ്ട്. അപ്പം നമ്മളൊരു സെക്യുലർ മൈൻഡോട് കൂടിയിട്ട് കേരളീയ സമൂഹം ഒരുമിച്ച് നിൽക്കേണ്ട ഒരു ഘട്ടത്തിൽ അതിനെ വേറെ വഴിയിലേക്ക് വളച്ചൊടിക്കാനൊന്നും നിൽക്കണ്ട. ആ സെക്യുലർ മനസ്ഥിതിയോട് കൂടിയിട്ട് ഈ കാര്യങ്ങൾ ആലോചിക്കുന്നവരാണ് ഈ കാര്യങ്ങൾ ഇവിടെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. റിയാസിന്റേതൊരു മതേതര വ്യക്തിത്വമല്ലേ ഉണ്ടായിട്ടുള്ള ഈ വർഗീയവൽക്കരണം 100%. അതിലൊന്നും ഒരു തർക്കമില്ലല്ലോ. എന്താ തർക്കം? എല്ലാ കമ്മ്യൂണിസ്റ്റുകാർക്കും അങ്ങനെ തന്നെയാണ്. ഞാനിപ്പോൾ ഇന്ന് വരെ ഒരു പാർട്ടി ലീഡർഷിപ്പിനെ കുറിച്ചിട്ട് അവർ വർഗീയമായി ചിന്തിക്കുന്നു, പെരുമാറുന്നു എന്ന് ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, പറയൂല.